സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് യൂണിറ്റ് 3 ബാക്കിയുള്ള ഭാഗങ്ങളാണ്. CPR ഫോർ ഡ്രൗണിങ് വിക്ടിംസ്, അതായത് മുങ്ങി മരിക്കാൻ പോയിട്ടുള്ള ആളുകളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ CPR കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുങ്ങി മരിക്കാൻ പോകുന്ന ആളുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു CPR എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മെയിനായിട്ട് അവർക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 5 ഇനീഷ്യൽ ബ്രീത്ത്സ് എങ്കിലും അവർക്ക് കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ CPR, അതായത് ചെസ്റ്റ് കംപ്രഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് അങ്ങനെ മുങ്ങി മരിക്കാൻ പോയിട്ടുള്ളവർക്കൊക്കെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രീത്ത് കൊടുക്കാനായിട്ട് 5 ഇനീഷ്യൽ ബ്രീത്ത്സ് എങ്കിലും കൊടുക്കാനായിട്ട് പറയുന്നത്. മറ്റേതിലൊക്കെ നമ്മളൊരു 2 ബ്രീത്ത്സ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദ റോൾ ഓഫ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റേഴ്സ്. AEDs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡിയക് അറസ്റ്റൊക്കെ സംഭവിച്ചിട്ടുള്ളവർക്ക് അവർക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ളൊരു ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് AED കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലേ പേഴ്സൺസ് ആൻഡ് പ്രൊവൈഡ് വോയിസ് പ്രോംപ്റ്റ് ടു ഗൈഡ് റെസ്ക്യൂവർ ത്രൂ ദ പ്രോസസ്. നെക്സ്റ്റ് വരുന്നത് യൂസിങ് ആൻ AED. നമ്മളൊരു AED യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ടേൺ ഓൺ ദ AED. ആദ്യം തന്നെ നമ്മൾ AED ഓൺ ചെയ്യണം. അതായത് നമുക്കതിൽ ഒരു വോയിസ് പ്രോംപ്റ്റ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ അറ്റാച്ച് പാഡ്സ്, നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പാഡുകൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് പാഡ് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് 2 പാഡ് അതുപോലെ തന്നെ 1 പാഡ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് 2 പാഡും സെറ്റ് തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ നമുക്കത് നമ്മുടെ പേഷ്യൻ്റെ ചെസ്റ്റിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. പിന്നെ വരുന്നത് അനലൈസ് ദ ഹാർട്ട് റിതം. നമ്മൾ ഹാർട്ട് റിതത്തിന് അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഈ പാഡ് വെക്കുന്ന സമയത്ത് അത്രയും കറണ്ടാണ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരാൾ പോലും ആ പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഡെലിവർ ഷോക്ക്. നമ്മളിപ്പോൾ ഷോക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ലിയർ ആണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഒരാളിപ്പോൾ പേഷ്യൻ്റ് കിടക്കുന്ന ബെഡുമായിട്ടോ അല്ലെങ്കിൽ പേഷ്യൻ്റായിട്ടോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കറണ്ട് അടിച്ച് മരിച്ചു പോകാനൊക്കെ ആയിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. പിന്നെ വരുന്നത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനാണ്. ഈ ഒരു AED കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ CPRന് വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടും. പലതരത്തിലുള്ള ഓർഗനൈസേഷൻ, അതായത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, റെഡ് ക്രോസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു CPRന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. CPR ട്രെയിനിങ് കോഴ്സസ് ഒന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ടാണ്. അതായത് ഇത് നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ എയിം ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഡൾട്ട്, ചൈൽഡ്, ഇൻഫാൻസ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള CPR, അതിനോടൊപ്പം തന്നെ AED യൂസും അതിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഹാർട്ട് സേവർ CPR, അത് നമുക്ക് ലേ പേഴ്സൺസിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അഡൾട്ട് CPRും അതുപോലെ തന്നെ AED യൂസേജുമാണ്. പിന്നെ വരുന്നത് സ്പെഷ്യാലിറ്റി കോഴ്സസ് എന്ന് പറയുമ്പോൾ ചില ഓർഗനൈസേഷൻസ് ഓഫർ കോഴ്സസ് ടൈലേർഡ് ടു സ്പെസിഫിക് പോപ്പുലേഷൻ സച്ച് ആസ് പീഡിയാട്രിക് ഓർ പ്രഗ്നൻറ്റ് ഇൻഡിവിജ്വൽസ്. പീഡിയാട്രിക്സിനും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ഇൻഡിവിജ്വൽസിനും എങ്ങനെ CPR കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത് വരുന്നത് സർട്ടിഫിക്കേഷനാണ്. റിന്യൂവൽ എന്ന് പറയുമ്പോൾ CPR സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റിക്വയർ റിന്യൂവൽ എവറി 2 years ടു എൻഷുർ സ്കിൽസ് റിമെയിൻ കറൻറ്റ്. അതായത് നമുക്ക് സ്കിൽസൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 2 years നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു റിന്യൂവൽ ചെയ്യേണ്ടതാണ്. പിന്നെ 1 and 2 rescue ആർ ലൈഫ് സേവിങ് ടെക്നിക് ദാറ്റ് എവരി വൺ ഷുഡ് ലേൺ. 1 and 2 rescue എന്ന് പറഞ്ഞാൽ 2 ആളും അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പഠിച്ചിട്ടുണ്ടായിരിക്കണം. ക്വിക്ക് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള CPR വേണം നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 2 person അല്ലെങ്കിൽ 2 rescuer വെച്ചിട്ടുള്ള CPR കൊടുക്കലാൻസിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പേഷ്യൻറ്റിനെ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രാക്ടീസും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സ്കില്ലെന്ന് പറഞ്ഞെങ്കിൽ ട്രെയിനിങ് തന്നെ വേണം. കുറേ പഠിച്ചതുകൊണ്ട് കാര്യമില്ല,
ട്രെയിനിങ് തന്നെ ഇതിന് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് ഓക്കെ, അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കിതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ ആളുകളുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത വരുന്നത് ബേസിക് 1 പേഴ്സൺ CPR ടെക്നിക്കാണ് വരുന്നത്. അപ്പോൾ ഒരാളുടെ CPR ടെക്നിക്ക്, ഒരാൾ മാത്രമുള്ള CPR ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 1 പേഴ്സൺ CPR ടെക്നിക് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ സ്റ്റെപ്സാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു സേഫ് പ്ലേസിലായിരിക്കണം. ആൻഡ് പ്ലേസ് ദ പേഷ്യൻ്റ് ബോഡി ഇൻ എ ഫേസ് അപ്പ്, അതായത് അതായത് മലർത്തി കിടത്തണം. സ്റ്റൊമക്ക്, ഫേസ് ഇതൊക്കെ അപ്പ് പൊസിഷനിലായിരിക്കണം. ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ ഫോർ ആക്സസ് ടു ദ പേഷ്യൻ്റ് ചെസ്റ്റ്, ഫേസ്, നോസ്, ത്രോട്ട് ആൻഡ് മൗത്ത്, അതായത് മലർത്തി കിടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലാറ്റ് പ്ലേസിൽ. പിന്നെ അതിനുശേഷം പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർ ലങ് ഫെയിലിയർ, അതായത് പൾമണറി അറസ്റ്റും പേഷ്യൻറ്റിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതിനുശേഷം പൾസ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ റിസ്റ്റിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ചിട്ടോ എന്ത് ചെയ്യാം, നമ്മുടെ വെയിൻ നോക്കിക്കഴിഞ്ഞിട്ടോ ചെക്ക് ചെയ്യുക, പൾസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ദർ കുഡ് ഹാവ് ബീൻ എ ഹാർട്ട് അറ്റാക്ക് ഇഫ് ദർ ഈസ് നോ പൾസ്. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് നമ്മുടെ പേഷ്യൻറ്റിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൾസ് നമുക്ക് കിട്ടില്ല. അതിനുശേഷം നമ്മൾ CPR കൊടുക്കുക. ഈ 2 കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിന് CPR കൊടുക്കാൻ സെറ്റാവുക. നീൽ ബിസൈഡ് ദ പേഷ്യൻറ്റ് ആൻഡ് പ്രസ് ദ ഹീൽ, അതായത് നമ്മൾ കാൽമുട്ട് കുത്തിയിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ലോവർ പാർട്ട് ഓഫ് ദ പാം ഓഫ് 1 ഹാൻഡ് ഓൺ ദ പേഷ്യൻ്റ് ചെസ്റ്റിലോട്ട് വയ്ക്കുക. ബിറ്റ്വീൻ ദ നിപ്പിൾസ് ക്ലച്ച് ദ അതർ പാം ഓവർ ദ ഫസ്റ്റ് വൺ, ദെൻ ബിയറിംഗ് ഡൗൺ വിത്ത് ദ വെയ്റ്റ് ആൻഡ് പ്രസ് യുവർ ആം ആൻഡ് വോൾ ബോഡി, അതായത് നമ്മൾ ഫുള്ള് ഒരു ബലം എങ്ങോട്ട് കൊടുക്കുക, നമ്മുടെ ആ ഒരു ചെസ്റ്റിലോട്ട്, അതായത് ആ ഒരു പേഷ്യൻ്റെ ചെസ്റ്റിലോട്ട് നമ്മൾ കൊടുക്കുക. വെയ്റ്റ് കംപ്രഷൻ ഓൺ ദ പേഷ്യൻ്റ് ചെസ്റ്റ്. നെക്സ്റ്റ്, ഓരോ കംപ്രഷൻസ് നമ്മൾ കൊടുക്കുമ്പോഴും എണ്ണി നോക്കണം. അറ്റ്ലീസ്റ്റ് 2 ഇഞ്ചസ് ഡീപ്പിൽ വേണം നമ്മൾ കംപ്രഷൻസ് കൊടുക്കാനായിട്ട്. വിത്ത് എ സ്മോൾ റിലീസ് ഗ്യാപ്പ് ടു ലെറ്റ് ദ ചെസ്റ്റ് റൈസ് ബാക്ക് ടു പൊസിഷൻ, അതായത് നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം, കാരണം ചെസ്റ്റ് ഒന്ന് ഉയരാനും താഴാനുമായിട്ടുള്ള ഒരു ടൈം നമുക്കതിൽ കൊടുക്കണം. ദെൻ ദ നെക്സ്റ്റ് കംപ്രഷൻ ആൻഡ് റിലീസ് ഷുഡ് ഫോളോ, അതായത് അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കംപ്രഷൻസ്, അങ്ങനെ വീണ്ടും നമുക്ക് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കംപ്രഷൻസ് റേറ്റ് നമ്മൾ പറയുന്നത് 100 തൊട്ട് 120 കംപ്രഷൻസ് ആണ് പെർ മിനിറ്റിൽ കൊടുക്കുന്നത്. പിന്നെ എന്താണ്, ഇഫ് യു ഹം ദ സോങ് സ്റ്റേ ഇൻ അലൈവ് ബൈ ദ ബീഗ് ഈസ് യുവർ കംപ്രസിങ് ഫ്രീക്വൻസി ആൻഡ് റിതം വിൽ ബി കറക്റ്റ്, അതായത് നമ്മൾ അവിടെ പറയുന്നത്, നമ്മൾ സാധാരണ എണ്ണാറാണ് പതിവുള്ളത്. പക്ഷേ ഇങ്ങനെ നമുക്ക് എന്താണ് ഈ ഒരു സോങ് കറക്റ്റ് പാടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഋതത്തിലാവുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് ഓൾ ദിസ് ഈസ് ഗുഡ് ഇഫ് ദ പേഷ്യൻ്റ് ഹാസ് നോ പൾസ്. ഇനി ഇത്രയും ചെയ്തു, നമ്മുടെ പേഷ്യൻറ്റിന് പൾസ് ഒന്നും ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ബട്ട് ഇഫ് ദ ബ്രീത്തിങ് ഹാസ് ഓൾസോ സ്റ്റോപ്പ്ഡ് യു നീഡ് ടു ബ്രീത്ത് ഫോർ ദ പേഷ്യൻറ്റ്, അതായത് ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് എങ്ങാനും ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ബ്രീത്ത് പേഷ്യൻറ്റിന് കൊടുക്കുക. സോ ദ ടെക്നിക് ചേഞ്ച് എ ബിറ്റ്. നെക്സ്റ്റ് അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 30 കംപ്രഷൻസ് നമ്മൾ ചെസ്റ്റിൽ കൊടുക്കുന്നു. അതിന് ശേഷം എന്താണ് ടിൽറ്റ് ദ ഹെഡ് ആൻഡ് ചിൻ ഓഫ് ദ പേഷ്യൻറ്റ് upward to open the airway. Put your mouth over the patient mouth. നമ്മൾ നമ്മുടെ മൗത്ത് എങ്ങോട്ട് വെക്കണം, ഓവർ ദ പേഷ്യൻ്റ് മൗത്ത്, പേഷ്യൻ്റെ മൗത്തിൻ്റെ അവിടേക്ക് വെക്കുക. അതിനുശേഷം ബ്രീത്ത് കൊടുക്കുക. ഔട്ട് ഓഫ് ലങ്സ് ഇൻ ടു ദ പേഷ്യൻ്റ് ലങ്സ്, അതായത് നമ്മുടെ പേഷ്യൻ്റെ ലങ്സിലോട്ടാണ് നമ്മൾ ഈ ഒരു ബ്രീത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വയറ്റിലോട്ട് ബ്രീത്തിങ് കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻ്റെ തല കുറച്ചൊന്ന് പൊക്കി വെച്ചിട്ട് വേണം കിടത്താൻ എന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഡീപ്പ് ആൻഡ് ലോങ് ബ്രീത്ത് നമ്മൾ കൊടുത്തതിന് ശേഷം give a small gap for the chest to rise and breathe again. This is called rescue breathing. Next, follow this sequence. 30 chest compressions അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ചിറ്റിൻ ടിൽറ്റ് അപ്പ്, അതായത് നമ്മുടെ ഹെഡ് ഒന്ന്
എന്താണ് ഹെഡൊന്ന് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ താടി, അതായത് ആ ഒരു ഭാഗത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പൊന്തിക്കുക. 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുക. വീണ്ടും 30 ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുക. വീണ്ടും 2 റെസ്ക്യൂ ബ്രീത്ത്സ് കൊടുക്കുക. അങ്ങനെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അപ്പോഴത്തേക്കും നമുക്ക് എന്താണ് മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ടുള്ള ആംബുലൻസ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 person CPR ക്യാൻ ബി ടഫ് ആൻഡ് എക്സ്ഹോസ്റ്റിംഗ് ബട്ട് ഇറ്റ്സ് ക്രിട്ടിക്കൽ. അതായത് നമ്മൾ ഒരാൾ മാത്രം വെച്ചിട്ടുള്ള ഈ ഒരു CPR എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇഫ് അറ്റ് എനി ടൈം യു ലെറ്റ് അപ്പ് and there is a gap longer than 4 to 8 minutes, the brain can become irreparably damaged and the patient could die due to insufficient blood going to the brain. അതായത് നമ്മളിപ്പോൾ ഇത്രയും പ്രാവശ്യം കംപ്രഷൻസും ബ്രീത്തും ഒരാൾ കൊടുക്കുമ്പോൾ തന്നെ അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്താണ് നമ്മുടെ പേഷ്യൻറ്റിന് പെട്ടെന്ന് മരണപ്പെട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ ഒരു 4 to 8 എങ്കിലും ഇതിന് ഇടയിൽ ഒരു ഗ്യാപ്പ് വരുമ്പോൾ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്.